friends, assalamu alaikum. Welcome back to our channel. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ചിക്കൻ സമോസ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. പിന്നെ നമുക്ക് 1/2 കപ്പ് വീറ്റ് ഫ്ലോർ എടുക്കാം. നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു ഡോ ആയി വരുന്നവരെ. നമുക്ക് ഡോയിന് അനുസരിച്ചുള്ള വെള്ളം എടുക്കാം. ഞാൻ എല്ലാം 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. സമോസ ഷീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചപ്പാത്തി മാവിൻ്റെ സോഫ്റ്റ്നെസ്സിലാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂറിന് ശേഷം സമോസ ഷീറ്റ്സിന് വേണ്ടിയുള്ള ഡോ ചെറിയ ബോൾസ് ആക്കി നമുക്കത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി സമോസയിലേക്കുള്ള ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ചോപ്പ് ചെയ്ത ഒനിയൻ ചേർത്ത് കൊടുക്കാം. ചെറിയ ഒനിയൻ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഒനിയൻ ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒനിയനും ജിഞ്ചർ ഗാർലിക്കും ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് സോട്ടായി വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു വലിയ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത ചിക്കനാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ചിക്കന് ഒന്ന് മസാല പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കുന്ന തൊട്ട് മുന്നേ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബോൾസ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ തിന്നായിട്ട് പരത്തിയെടുക്കാം. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാനിലൊന്ന് ചുട്ടെടുക്കാം. പാനിൽ ഹീറ്റായി വരുമ്പോൾ നമ്മൾ പരത്തി വെച്ച ഓരോ ഷീറ്റ്സും ഒന്ന് ചുട്ടെടുക്കാം. 2 സൈഡും ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. കൂടുതൽ നേരം ചൂടാക്കിയെടുക്കരുത്, ഷീറ്റ് ഹാർഡായി പോകും. ഇനി സ്ലറി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ സ്ലറി വേണ്ടത്. എന്നാലാണ് നമുക്ക് സമോസ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് സമോസ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുട്ടെടുത്ത ഓരോ ഷീറ്റ്സും 2 ആക്കി മുറിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സമോസ ഫോൾഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സ്ലറി അതിൻ്റെ ബാക്കിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് സ്ലറി തേച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമോസ ഷേപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാ സമോസയും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാന് നമ്മൾ ഹീറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ഹീറ്റായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ സമോസയും ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. സമോസ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സമോസയും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സമോസയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. സമോസൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.